ഹലോ. സ്നോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ല ചോറും കറിയൊക്കെ കൂട്ടി കഴിച്ച് ഒരുറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ എണീറ്റപ്പം സിംബ എൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ അവളെ മണപ്പിച്ച് നോക്കിയപ്പോഴത്തേനും നല്ല നമ്മുടെ മസാലയുടെയൊക്കെ മണം. പാവം, ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ദേഹത്ത് അതൊക്കെ വന്ന് പിടിക്കുന്നതാണേ. പിന്നെ ജനലിൻ്റെ അവിടെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. അവൾക്ക് ഇച്ചിരി തണുപ്പൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. എണീറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇച്ചിരി കാപ്പി ആയാലോ. രാവിലെയും വൈകുന്നേരം എനിക്കൊരു കാപ്പിയോ ചായയോ മസ്റ്റാണ്. അല്ലെങ്കിൽ എനിക്ക് സമയത്തിന് കാപ്പിയും ചായയും കിട്ടിയില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. ഞാൻ കൊണ്ടുപോയ ഫുഡിൻ്റെ ബോക്സൊക്കെ ഒന്ന് എംപ്റ്റി ചെയ്യുവാണ്. കുറച്ച് ഫ്ലാസ്കിൻ്റെ അകത്ത് കുറച്ച് പാലും അങ്ങനെ എൻ്റെ കപ്പും എല്ലാം എനിക്ക് കഴുകണം. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകാനിട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു നല്ലൊരു കുളി പാസ്സാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് സിംബയും ലിയയും തമ്മിലുള്ള അടി. ലിയ സിംബയെ പിടിച്ച് ഞെക്കും, അങ്ങനെ സിംബ തിരിച്ച് മാന്തും. അങ്ങനെ വളരെ വലിയ സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷനാണ് ഈ കാണുന്നത്. സിംബയ്ക്ക് ലിയെ കാണുമ്പോഴേ അവൾ ഈ പൂച്ചകൾ ഹിസ് ചെയ്യത്തില്ലേ, അതുപോലെ ഹിസ് ചെയ്യാൻ തുടങ്ങും. വേണമെങ്കിൽ 2 മാന്തും അള്ളും കൂടെ കൊടുക്കും. ഭയങ്കര പേടിയാണ് അവൾ അതുപോലെ കൊടുക്കുന്നുണ്ട് തിരിച്ചും. സിംബ എൻ്റെ കൈ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൾ മാറി നിന്ന് വഴക്ക് പറയുമോ സിംബ. അതാണ് ഈ സംഭവിക്കുന്നത്. കാരണം അവളുടെ കൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംബ ഇനിയും അക്രമാസക്തയാകും. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കണം. അതാണ് എൻ്റെ മെയിൻ എയിം. അതിന് മുന്നേ ലിയയെ കുളിപ്പിക്കാൻ വിടണം, എന്നിട്ട് സിംബയ്ക്ക് ഫുഡ് കൊടുക്കണം. അതെല്ലാം സെറ്റാക്കിയിട്ട് വേണ്ടേ എൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കാപ്പി ഇടൽ കൊണ്ട് ആരും ചിരിക്കരുത് കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് കാപ്പി ഉണ്ടാക്കുന്നത്. എൻ്റെ മമ്മി എപ്പോഴും പറയും, ആഷ്ലിയുടെ കാപ്പിയുടെ കടുപ്പം കള്ളുകുടികന്മാരെക്കാട്ടിലും കഷ്ടമാണ്. യെസ്, ഐ പ്രിഫർ കടക് ചായ ഓർ കടക് കോഫി. കാപ്പി കുടിക്കുന്നതിന് മുന്നേ നമുക്ക് സിംബയ്ക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കാം. അവൾക്ക് ഞാൻ വൈകുന്നേരം വെറ്റ് ഫുഡും രാവിലെ സൈഡിൽ കിടക്കുന്ന മണിമണി പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ണിപ്പെട്ട ഒരു സംഭവം കാണിക്കട്ടെ. അതാണ് എൻ്റെ ഡെക്ക്. അവിടെ ആരും നോക്കിയില്ല, ഷവൽ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ജോലിയിലായിരുന്നുകൊണ്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. അവിടെ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഡോറ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് മൊത്തം ഐസാണ്. അവിടുന്നോ ഇപ്പുറത്തുനിന്നോ ഒന്നും തുറക്കാൻ പറ്റത്തില്ല. പിന്നെ മതിൽ ചാടിക്കടന്നാൽ മേ ബി അകത്ത് കയറി തെന്നി ഷവൽ ചെയ്ത് കളയണം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഗോണ ഹാപ്പൻ. സോ ഐം ഗോണ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആ സ്ഥിതിക്ക് നമുക്കൊന്ന് കുളിക്കാൻ പോകാം. കുളിക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യണം. 3 ദിവസം കിടന്ന് പട്ടിപ്പണി എടുത്തതല്ലേ, അപ്പോൾ പിന്നെ നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്താലോ. ഞാൻ ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് മുഖം. ജോലിയിൽ വന്നപ്പോഴും ഞാൻ റെഗുലറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ കൈയുടെ അവസ്ഥയായി പോയേനെ എൻ്റെ മുഖത്തെ സ്കിന്നിനും. തലയിൽ നല്ല എണ്ണ തേച്ചൊന്ന് കുളിക്കണം. എൻ്റെ എണ്ണ തേക്കൽ കലാപരിപാടിയാണ്. ആഴ്ചയിൽ 2 ദിവസമേ ഞാൻ തലയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് കുളിക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ തലമുടി നല്ലവണ്ണം ചീകും. ചെടയെല്ലാം കളഞ്ഞ് കുനിഞ്ഞ് നിന്നും നേരെ നിന്നും എല്ലാം ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കാണുന്ന ബോട്ടിൽ, ഏതോ ഒരു എണ്ണയുടെ കൂടെ കിട്ടിയ ബോട്ടിലാണ്. അതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള ഓയിൽ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഞാനിതിൻ്റെ അകത്ത് കാസ്റ്റർ ഓയിൽ, വൈറ്റമിൻ ഇ ഓയിൽ, പിന്നെ ഒരു ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ഒരു ബ്രിസിൽസ് ഉള്ള ഈ കുപ്പിയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയുടെ റൂട്ട്സിലോട്ട് എണ്ണ ഇറങ്ങും. പിന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഐ മേക്ക് ഷുവർ ഞാൻ എല്ലാ ഇടങ്ങളിലും അതൊന്ന് അപ്ലൈ ചെയ്യും. ആ ഒരു ആപ്ലിക്കേഷന് ശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്യും. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ എൻ്റെ കയ്യിലെടുത്ത് ഞാൻ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും. ലൈക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക്, ആ ഒരു രീതിയിലാണ്. ഒരു വർഷം മുന്നേ വരെ എൻ്റെ മുടി ഹൈലൈറ്റ് ചെയ്യുമായിരുന്നേ. അതിന് ബ്ലീച്ച് യൂസ് ചെയ്യുമായിരുന്നു. ആ ബ്ലീച്ച് ചെയ്ത് അത്ര ഏരിയ എൻ്റെ ഭയങ്കര ഡ്രൈ ആണേ. നമ്മൾ ഈ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഒരു കുളി അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുടിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ ചകിരി ഉണ്ടല്ലോ, അതുപോലെയാണ്. ലൈക്ക് എൻ്റെ മുടിയുടെ എൻഡ് കണ്ടു കഴിഞ്ഞാൽ അത് ഡെഡാണ്. പ്ലാസ്റ്റിക്കിൽ എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലാണ് എൻ്റെ മുടിയുടെ എൻഡ്. സോ വാട്ട് ഐ ഡു ഈസ് ഞാൻ ജസ്റ്റ് കീപ്പ് ഓൺ പുട്ടിങ് ഓയിൽ ഓൺ ദ എൻഡ്സ് ഓഫ് മൈ ഹെയർ. അതുകൊണ്ട് അതൊരുവിധം മാനേജബിളായിട്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡെഡ്. അതും കൂടെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ വൈറ്റ് ടൂത്തുള്ള ഈ ബ്രഷ് കൊണ്ടിട്ട് ഞാനൊന്ന് മുടി മൊത്തത്തിലൊന്ന് ചീകി കൊടുക്കും, ഓയിലൊന്ന് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആകാൻ വേണ്ടിയിട്ട്. ദെൻ ഐ ലീവ് ഇറ്റ് ഫോർ സം ടൈം. കുളിക്കുന്നത് വരെ ഞാൻ കെട്ടി മടക്കി വയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ക്ലീനിങ്, പാത്രം കഴുകൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് ചെയ്യും. അപ്പം നമുക്കൊരു വിധത്തിലേക്ക് 10-15 മിനിറ്റ് നമുക്ക് കിട്ടുമല്ലോ.
ഈ ഒരു കലാപരിപാടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വർഷങ്ങളായിട്ട് ഈ ബ്ലീച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ തലയിൽ ഒരു അലർജി വന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിലത്തെ ഈ കാണിക്കുന്ന ഭാഗങ്ങളിൽ തൊലിയെല്ലാം ഇളകിപ്പോയി, അവിടുത്തെ മുടിയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇപ്പം 1 വർഷത്തിൽ കൂടുതലായി ഞാൻ ബ്ലീച്ച് ചെയ്തിട്ട്. സോ അതുകൊണ്ട് ഈ എണ്ണ പുരട്ടിയത് കൊണ്ട് എനിക്ക് സ്കിന്നിൻ്റെ അലർജി എല്ലാം മാറി, അവിടുത്തെ മുടിയെല്ലാം കിളിച്ച് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. വൈകുന്നേരം പതിവായിട്ട് ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്ന പതിവാണ്. ഈ പൊട്ടിയ ക്യാൻഡിലുണ്ട് എന്നെ കളിയാക്കല് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല മണമുള്ള ക്യാൻഡിലാണ്, പക്ഷേ എനിക്കിത് കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കത്തിച്ച് തീർക്കുക. ആ ക്യാൻഡിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ താഴെ വീണ് പൊട്ടിയതാണ് കേട്ടോ, അല്ലാതെ പൊട്ടിയത് എനിക്ക് തന്നതല്ല. ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം ഫേസ് മാസ്ക് ഇടും. അപ്പം ഇന്ന് ഞാൻ കരുതി ഫേസ് ഒന്ന് ഡള്ളായിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഫേസ് മാസ്ക് ഇടാമെന്ന്. ഇത് റൈസും പിന്നെ നമ്മുടെ ചെറുപയറിൻ്റെയും ഒരു ഫേസ് മാസ്കാണ്. ഞാനതൊരു ഡ്രഗ് സ്റ്റോറിൽ കണ്ടപ്പോഴത്തേനും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് കരുതി. വലിയ പറയത്തക്ക മാറ്റമൊന്നുമില്ല. ഇതിനെക്കാട്ടും നല്ലൊരു മാസ്ക് ഉണ്ട്, അത് ഞാൻ പിന്നീട് വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇറ്റ്സ് എ ബെസ്റ്റ് മാസ്ക്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് കാണും. അങ്ങനെ മാസ്കൊക്കെ ഉണങ്ങി കഴുകിക്കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഐസ് റോളർ. ഞാനിത് 3-4 വർഷമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇത് സാധാ വെള്ളമല്ല കേട്ടോ, ഇത് ഞാൻ റൈസ് വാട്ടർ, അതായത് അരി ഞാൻ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വയ്ക്കും. ആ വെള്ളം അത് എന്നിട്ട് ഐസാക്കി മുഖത്ത് തേക്കുന്നതാണ്. എൻ്റെ മുഖം ഒരുവിധം സ്മൂത്താകാനും ഗ്ലോവി ആകാനും വേണ്ടിയിട്ട് ഇതെന്നെ ഒത്തിരി സഹായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യുന്നതാണ് ഐസ് റോളർ തേക്കുന്നത്. അതിൻ്റെ അകത്ത് റൈസ് വാട്ടറാണ്. ഈ സംഭവം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഫ്രീസറിലോട്ട് തന്നെ വയ്ക്കും. അപ്പോൾ അതാ കിടക്കുന്ന സിംബ ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. എൻ്റെ റൂമിലാണ് വന്ന് കിടക്കുന്നത്. സ്ഥാനം പഠിക്കുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പുറത്തിറക്കി വിടും. രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുന്നതാണ് സിംബ. അതിന് ശേഷം ഞാൻ വന്ന് എൻ്റെ മൾട്ടി വൈറ്റമിൻസൊക്കെ കഴിക്കുകയാണ്. വൈറ്റമിൻ D3, B12, കൊളജൻ, ബയോട്ടിൻ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അത് പിന്നെയും വന്ന് നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് കിടപ്പുണ്ട്. ഞാൻ പിന്നെ തിരിച്ച് റൂമിലെത്തി കിടക്കാൻ പോവാണ്. കിടക്കുന്നതിന് മുന്നേ ഞാൻ സ്കിൻ കെയർ ചെയ്യും. ഇത് സ്നെയിൽ മ്യൂസിൻ സീറമാണ് ഞാൻ രാത്രിയിലിടുന്നത്. നല്ല ഹൈഡ്രേഷൻ കിട്ടും. രാവിലെ സ്കിൻ എണീക്കുമ്പോൾ നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. ഒരുവിധം ഓയിലി പോലെ. എനിക്ക് ഓയിലി ഇഷ്ടമാണ്. ഇച്ചിരി പുറത്ത് വീഴപ്പോഴത്തേനും ഒരു തുള്ളിയും നമ്മൾ പാഴാക്കരുത്. അതുകൊണ്ട് ഞാനത് എൻ്റെ കയ്യിൽ റഫായിട്ടുള്ള ഏരിയയിലൊന്ന് ഇട്ട് നോക്കുക. വർക്കാവുന്നെങ്കിൽ വർക്കാകട്ടെ. ലാസ്റ്റ്ലി നമ്മുടെ മോയ്സ്ചറൈസർ ആൻഡ് ഓഫ് കോഴ്സ് ഗുവാഷ. ഈ ഗുവാഷ ഞാൻ ഫ്രീസറിലാണ് കീപ്പ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ പോയാലും രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ഐസ് വെച്ചൊരു കളിയാണ് ഞാൻ. ഐസ് വിട്ടിട്ടൊരു കളിയില്ല എനിക്ക്. ടു ബി ഓണസ്റ്റ് വിത്ത് യു, എനിക്ക് ഐസ് എൻ്റെ മുഖത്തിലെ സ്കിന്നിൽ വെക്കുമ്പോഴത്തേനും എൻ്റെ സ്കിൻ ഇച്ചിരി ടൈറ്റൻ ആകുന്നത് പോലെയൊക്കെ, പോഴ്സൊക്കെ മിനിമൈസ് ആകുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് ഞാൻ ഐസ് റബ്ബ് ചെയ്യുന്നതൊക്കെ. ചിലർക്കൊക്കെ ഈ ഐസ് ഡയറക്റ്റ്ലി സ്കിന്നിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേനും ചില തരത്തിലുള്ള സെൻസിറ്റിവിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഐ വുഡ് റെക്കമെൻഡ് ടു യൂസ് പേപ്പർ ടവൽ. അതിൻ്റെ അകത്ത് വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നതാണ് ഐഡിയൽ. ഞാൻ ഈ യൂസ് ചെയ്യുന്നതാണ് അണ്ടർ ഐ സീറം. അത് വളരെ മസ്റ്റാണ്. കണ്ണിൻ്റെ അടിയിൽ കറുപ്പോ വല്ല ഡിസ്കളറേഷനോ എല്ലാം ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമേ. അതിനുശേഷം ഞാൻ ഇച്ചിരി ഹെയർ സീറം പുരട്ടും, എന്നിട്ട് ലിപ് ബാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.